ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ 2 ഗിഫ്റ്റ് ഐഡിയ കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ ടിയർ കാർഡാണ്. ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ്. എന്തെങ്കിലും മെസ്സേജ് എഴുതി കൊടുക്കുക, എന്നിട്ട് അടിയിൽ പിക്ചർ എന്തെങ്കിലും വരയ്ക്കുക. ഇഷ്ടമുള്ള പിക്ചർ വരയ്ക്കുക കേട്ടോ. ഇനി പിക്ചർ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും എഴുതിയാലും കുഴപ്പമില്ല. ഇനി ഈ പിക്ചർ കവറാവുന്ന രീതിയിൽ ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പർ 2 മടക്കിയിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇത് കീറിക്കാനുള്ള എളുപ്പത്തിനാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി ഈ പേപ്പറിലൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ബ്രഷിൻ്റെ കോലൊന്നും ആരും നോക്കണ്ട കേട്ടോ. ഇനി പെയിൻറ് ഇല്ലെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്താൽ മതി. അതും ഇല്ലെങ്കിൽ സ്കെച്ചോ അല്ലെങ്കിൽ ക്രയോണോ എന്തെങ്കിലും വെച്ചിട്ട് കളർ ചെയ്താൽ മതി. ഇതൊന്നും ഇല്ലെങ്കിൽ പേപ്പറിൽ ഡിസൈൻ എന്തെങ്കിലും കൊടുത്താൽ മതി. പെയിൻ്റ് അടിച്ചത് ഉണങ്ങിയതിൻ്റെ ശേഷം ഒട്ടിക്കാൻ പാടുള്ളൂ. അതിൻ്റെ 4 സൈഡ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഫെവിസ്റ്റിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല, ഫെവിക്കോളായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വരച്ച പിക്ചർ കവറാവുന്ന രീതിയിൽ ഒന്ന് അത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാൻ ഞാൻ ജസ്റ്റ് ടിയർന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇതേപോലത്തെ 2 ഉണ്ടാക്കിയിട്ട് കേട്ടോ. രണ്ടാമത്തെ ഒരു ഗിഫ്റ്റ് ഐഡിയ എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സ്പെരിമെൻ്റ് ആണ് ബാനർ കാർഡ്. ഒരു പേപ്പർ എടുക്കുക, അതിൽ ഇഷ്ടമുള്ളത് വരക്കുക അല്ലെങ്കിൽ എഴുതുക. ഇനി നമുക്ക് അതിൽ ഇഷ്ടമുള്ള ഡിസൈൻ വരക്കുക. ഞാൻ സൈഡിലൂടെ ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണം. ഇനി നമുക്ക് ആ പേപ്പറിൻ്റെ ലെങ്ത്തിൽ കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതൊന്ന് കവർ ചെയ്യുക അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതേപോലത്തെ 4 കാർഡ്ബോർഡ് പീസാണ് കട്ട് ചെയ്തെടുത്തത്. 2 വലുതും 2 ചെറുതും. ആ വലുത് 2 സൈഡിലായിട്ട് ഒട്ടിക്കേണ്ടത്, ചെറുത് 2 മേലെയും താഴും അങ്ങനെയായിട്ട് ഒട്ടിക്കേണ്ടത്. ഇത് എക്സ്പെരിമെൻ്റ് എന്ന് പറയാൻ കാരണം സാധാരണ 1 ലെയർ ഒട്ടിക്കുള്ളൂ, പക്ഷെ ഇതിൽ ഞാൻ 2 ലെയർ ഒട്ടിക്കുന്നുണ്ട്. ഇതൊരു ക്രാഫ്റ്റ് ആക്കി എടുക്കാനൊന്നും പറ്റൂല കേട്ടോ. പിന്നെ അതേപോലെ 4 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് സൈഡിൽ ഒട്ടിക്കുന്നുണ്ട്. ഇനി ആ കാർഡ്ബോർഡ് പീസിൻ്റെ മേലെ ഒരു പേപ്പർ കൂട്ടി ഒട്ടിക്കുക. ഇനി നമുക്ക് ആ പേപ്പറിന് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കുക കേട്ടോ. ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ടാപ്പൊക്കെ ഒട്ടിക്കണ്ട കേട്ടോ, എന്താവെന്ന് അറിയില്ല. ഇനി നമുക്ക് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. ആദ്യം ടിയർ കാർഡ് നോക്കാം. ടിയർ കാർഡ് വലിയ കുഴപ്പമില്ല, ശരിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ അതുള്ള പിക്ചർ വിസിബിൾ ആവും. അടുത്ത ടിയർ കാർഡ് കുറച്ചൊക്കെ ഫ്ലോപ്പായി പറയാം, കാരണം ഞാൻ അങ്ങനെ പറിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ അടുത്ത സൈഡത്തെ ഗ്ലൂ പോന്നു. പിന്നെ നമ്മളുടെ എക്സ്പെരിമെൻറ്റ്
ഇതൊക്കെ റെഡിയാവുമെന്ന് ഉറപ്പൊന്നുമില്ല. നമുക്ക് കത്തിച്ച് നോക്കാം. ഞാൻ കത്തിക്കുക, അതവിടെ നിൽക്കുക, അങ്ങനെയായിരുന്നു അതിൻ്റെ അവസ്ഥ. ഫ്ലോപ്പായി എന്ന് പറയാം. വീണ്ടും കത്തിച്ചപ്പോൾ ടാപ്പൊക്കെ പാടെ അവിടെ കത്തി. നമ്മൾ 2 ലെയർ ചെയ്തിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഇപ്പോൾ ഇങ്ങനെയുള്ളത്. നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ലെയർ ഒന്നുകൂടി കത്തിച്ച് നോക്കാം. ഇപ്പോൾ 2 ലെയറും കത്തിച്ചപ്പോൾ ഇതാണ് അവസ്ഥ. എക്സ്പെരിമെൻറ്റ് ഫ്ലോപ്പായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.